ഭരണസിരാകേന്ദ്രത്തിൻ്റെ ഹൃദയമിടിപ്പറിയുന്ന പോരാട്ടത്തിൽ എതിരാളികളെ നിഷ്പ്രഭരാക്കി UDF പാനലിൻ്റെ പടുകൂറ്റൻ വിജയം വന്നിരിക്കുന്നു. 11-ൽ 11 സീറ്റും തൂത്തുവാരി സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഹൗസിംഗ് സഹകരണ സംഘം ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല പാനൽ ചരിത്ര വിജയമാണ് കുറിച്ചിരിക്കുന്നത്. കേരളം മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിജയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജനകീയ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപേ ഭരണസിരാകേന്ദ്രത്തിൽ ലഭിച്ച ഏറ്റവും ഉജ്ജ്വല വിജയം അത് UDF ക്യാമ്പുകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വെറുമൊരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലെ വിജയമായി ഇതിനെ കാണാൻ കഴിയില്ല. കാരണം വോട്ടർമാരുടെ എണ്ണത്തിലും ഭൂരിപക്ഷത്തിലും ഉണ്ടായ കുതിച്ചുചാട്ടം അത്രമേൽ വലുതാണ്. കഴിഞ്ഞ തവണ വെറും 49 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ചെടുത്താണ് ഇത്തവണ ശരാശരി 2000-ഓളം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF അനുകൂല പാനൽ കുതിച്ചുയർന്നത്. ആകെയുള്ള 11 സീറ്റുകളിലും നേടിയ ഈ സമ്പൂർണ്ണ വിജയം ഭരണസിരാകേന്ദ്രത്തിലെ ജീവനക്കാരുടെ മനസ്സിലിരിപ്പ് അത് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നയരൂപീകരണത്തിലും ദൈനംദിന നടത്തിപ്പിലും നേരിട്ട് പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമായി പ്രതിഫലിക്കുന്നത് ഭരണമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. സാധാരണഗതിയിൽ ഭരണ അനുകൂല സംഘടനകൾക്ക് സ്വാധീനമുള്ള ഇത്തരം മേഖലകളിൽ നിന്നുണ്ടായ ഈ പരാജയം അത് സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളോടുള്ള അതൃപ്തിയായി കൂടി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, പെൻഷൻ ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം അതെല്ലാം ഈ ബാലറ്റ് പേപ്പറിൽ നിഴലിക്കുന്നുണ്ട്. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ UDF നടത്തുന്ന ഇടപെടലുകളെ ഏറ്റവും ബോധവാന്മാരായ വോട്ടർമാരിൽ ഒരാളായ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. സഹകരണ ജനാധിപത്യ മുന്നണിയുടെ ഈ കുതിപ്പ് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. UDF പാനലിന് 3471 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDFൻ്റെ ഈ പാനലിന് കേവലം 1258 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്നത് വോട്ടർമാരുടെ വലിയൊരു ശതമാനം വ്യക്തമായ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്. ഈ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് കോൺഗ്രസ് വലിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയത്. അത് ഈ വിജയത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് കോൺഗ്രസ് മാറിയത് യുവാക്കളും ഉദ്യോഗസ്ഥരും ഒരുപോലെ സ്വീകരിച്ചു എന്ന യാഥാർത്ഥ്യം ഈ ഫലം അടിവരയിടുന്നു. സംഘടനാപരമായ ഐക്യവും വ്യക്തിപരമായ പ്ലാനിങ്ങും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ചിരിക്കുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇതിനോടകം തന്നെ ഈ വലിയ വിജയം ചർച്ചയായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഇടത് സംഘടനകൾക്കിടയിൽ വലിയ തോതിലുള്ള ആത്മപരിശോധനകൾക്ക് ഈ ഫലം വഴിതെളിക്കും. വികസന മുദ്രാവാക്യങ്ങൾക്കപ്പുറം ജനങ്ങളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഭാവിയിൽ നിലനിൽപ്പുള്ളൂ എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഫലം നൽകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാറ്റ് ഏത് ദിശയിലേക്കാണ് വീശുന്നത് എന്നറിയാൻ സെക്രട്ടേറിയറ്റിലെ വോട്ടുകൾ പലപ്പോഴും മാനദണ്ഡമാകാറുണ്ട്. ഭരണസിരാകേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ ഉൾക്കാഴ്ചകൾ സാധാരണ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ തരംഗം കേരളത്തിൽ ഉടനീളം പടരുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുകളുള്ളത്. ആത്മവിശ്വാസത്തോടെ ജനകീയ ഗ്യാരണ്ടികളുമായി വലിയ പോരാട്ടത്തിനിറങ്ങാൻ UDFന് ലഭിച്ച ഏറ്റവും മികച്ച തുടക്കം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും കേരളത്തിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ആദ്യ രൂപമായി കാണാം.